പ്രീസിലോട് നല്ല രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ പ്രിയ സണ്ണി പാസ്റ്റർ കുടുംബം, മീറ്റിംഗിൽ വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ സണ്ണി പാസ്റ്റർ, അതുപോലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വന്ദനം സ്നേഹം അറിയിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപകൾക്കായിട്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കുടുംബമായി സഭയായി കർത്താവ് നമ്മളെ പരിപാലിക്കുന്ന വിശ്വാസത്തിലേക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് അടുത്തൊരു വർഷം നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെയും നന്മയുടെയൊക്കെ വർഷമായി തീരട്ടെ എന്ന് ഞാൻ വളരെ മുൻകൂട്ടി തന്നെ ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെ നടത്തട്ടെ. കഴിഞ്ഞൊരു വർഷം അത്ഭുതങ്ങളിലെയും അനുഗ്രഹങ്ങളിലെയും ഒക്കെ വർഷമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ തുടർന്ന് ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് വളരെ വിനയമായി അപേക്ഷിക്കുന്നു. ഇന്ന് രാത്രി എല്ലാ സ്തുതിയും ബഹുമാനം പുകഴ്ചയും കർത്താവിന് അർപ്പിക്കുന്നു. എന്റെ മനസ്സിൽ പ്രകാശിപ്പിച്ചതായ ഒരു വേദഭാഗത്തേക്ക് ഇന്ന് ശ്രദ്ധ ക്ഷണിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലുള്ളതായ ചില പാസേജാണ് ഇന്ന് രാത്രി നാം ഒരു വിശദീകരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലുള്ളതായ അതിന് 21 മുതലുള്ളതായ വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. 21 മുതലുള്ളതായ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21 മുതലുള്ളതായ വാക്യം. യേശു പിന്നെയും പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്നു. കടലിനരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണിയിൽ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്നു. അവനെ കണ്ട് കാൽക്കൽ വീണു, എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമെന്ന് അവൻ വളരെ അപേക്ഷിച്ചു. അവൻ അവരോട് പോയി. വലിയ പുരുഷാരവും പിൻചെന്നു അവനെ അനുഗമിച്ചു. 12 സംവത്സരമായ രക്തസ്രാവമുള്ളതായി പല വൈദ്യന്മാരിൽ ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരിക്കുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രത്തിൽ എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറയിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു. എന്റെ വസ്ത്രം തൊട്ടതാർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തെക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടതാർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചൊക്കെ അറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചും കൊണ്ട് അവന്റെ മുമ്പിൽ വന്നു വീണുന്ന വസ്തുതയൊക്കെ അവനോട് പറഞ്ഞു. അവനോട്, മകളെ, നിന്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളി പ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുന്നത് എന്തിന്? യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസ് യാക്കോബിന്റെ സഹോദരൻ യോഹന്നനോ അല്ലാതെ മറ്റാരും തന്നോട് ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളി പ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അകത്തു കടന്നു. നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുക അത്രയെന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവർ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈ പിടിച്ചു. ബാല എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥമുള്ള തലീത ഖൂമി എന്ന് അവളോട് പറഞ്ഞു. ഉടനെ ബാല എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവൾ അത്യന്തം വിസ്മയിച്ചു. ഇതാരും അറിയരുതെന്ന് അവൻ അവരോട് ഏറിയോന്ന് കൽപ്പിച്ചു. അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. സ്വർഗ്ഗീയ പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തുകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബലഹീനരായ മൺപൊടികളായ ഞങ്ങളോട് രാത്രി കണ്ടു തോന്നണമേ. അവിടുത്തെ വചനം ഭജിക്കണമേ. എല്ലാ സ്തുതിയും ബഹുമാനം പുകഴ്ച ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ നാമത്തിൽ അർപ്പിക്കുന്നു, യേശു കർത്താവിന്റെ വെള്ളിയേറിയ നാമത്തിൽ തന്നെ. ഇന്ന് രാത്രി എല്ലാ സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഒരു പ്രാവശ്യയുടെ കർത്താവിന് അർപ്പിക്കുന്നു. വളരെ പരിചയമുള്ളതായ ഒരു ടെക്സ്റ്റാണ് ഇന്ന് രാത്രി നാം വായിച്ചത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുള്ളതായ മനോഹരമായ ബ്യൂട്ടിഫുൾ ആയ ഒരു പാസേജ് ആണ്. നോക്കി, 2 സ്റ്റോറീസ് തുന്നിച്ചേർത്ത് വെച്ചിരിക്കുക മർക്കോസ് ഞാൻ പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അങ്ങനെ അത് പ്രസന്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ 5-21 മുതൽ 24 വരെയുള്ള സ്റ്റോറി യായിറോസിന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. എന്നാൽ അതിന്റെ 25 മുതൽ താഴോട്ട് 34 വരെയുള്ള ഭാഗങ്ങൾ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയെ കുറിച്ചുള്ള പാസേജാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ ആദ്യത്തെ സ്റ്റോറിയിലേക്ക് വരിക. 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും യായിറോസിന്റെ സ്റ്റോറിയാണ്. സോ ജൈറസ്, ഈ സ്ത്രീയുടെ സ്റ്റോറി, അതിനുശേഷം വീണ്ടും ജൈറസിന്റെ സ്റ്റോറിയാണ്. ഇതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഇന്റർകലേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇന്റർകലേഷൻ നമ്മുടെ ഇച്ചിരി കൂടെ നമുക്ക് പരിചയമുള്ള ഒരു വാക്ക് പറഞ്ഞാൽ സാൻഡ്വിച്ച് സ്റ്റോറി. സാൻഡ്വിച്ച് ചെയ്യുക, ഒരു സ്റ്റോറിയെ 2 സ്റ്റോറിയുടെ ഇടയ്ക്ക് വെച്ചിരിക്കുക മർക്കോസിന്റെ റൈറ്റിംഗ്. നോക്കി, യേശു പിന്നെയും പടകിൽ കയറി ഇക്കരെ കടന്നു. ഈ ഗലീല കടലിന് അക്കരെ ഇക്കരെയുള്ള ക്രോസിങ്സ്. ആ കടലിലൂടെ യേശു ഒരുപാട് യാത്ര ചെയ്തു. കഫർനഹൂം യേശുവിന്റെ ഒരു ഹോം ടൗൺ ആയിരുന്നു.
മിനിസ്ട്രിയുടെ. ഒരുപാട് പ്രാവശ്യം കഫർനഹൂമിൽ വന്നിട്ടുണ്ട്. കഫർനഹൂമിൽ നിന്ന് മറ്റ് പല സ്ഥലങ്ങളിലേക്കും കർത്താവ് യാത്ര. ഗലീല കടലിന്റെ ഏറ്റവും നോർത്ത് സൈഡിലായിരുന്നു കഫർനഹൂം. യേശു പല പ്രാവശ്യം ഈ കടലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ഏകദേശം ഒരു 13 മൈൽ നീളവും ഏകദേശം ഒരു 7-8 മൈൽ വീതിയുമുള്ള ഗലീല കടൽ ഒരുപാട് പ്രാവശ്യം യേശുവിന്റെ ക്ലാസ്സുകൾക്ക് വേണ്ടിയും, ഒരു പ്രാവശ്യം യേശു ആ പടകിൽ അമരച്ച് തലവെച്ച് കിടന്ന് ഉറങ്ങിയ സ്റ്റോറീസ് ഒക്കെ നമുക്കറിയാം. ഇവിടെ ആദ്യ ഭാഗത്ത് എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, യായിറോസിന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. 2 സ്റ്റോറീസ് തമ്മിൽ തുന്നിക്കെട്ടി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. 2 സ്റ്റോറീസ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഒന്ന് ഒരു മെയിൽ, ഡോമിനന്റ് ആയ ഒരു മെയിലാണ്. മറ്റേത് ഒരു സ്ത്രീയാണ്. രണ്ടാമത്തെ സ്റ്റോറിയിൽ, ആദ്യത്തെ സ്റ്റോറിയിൽ ജീസസ് വാസ് ഇൻവൈറ്റഡ് ആണ്. രണ്ടാമത്തെ സ്റ്റോറിയിൽ യേശു അല്ല അവിടെ മുൻകൈ എടുക്കുന്നത്. ഞാൻ ഇന്ന് രാത്രിയിലെ പ്രസംഗത്തിന് ഒരു ടൈറ്റിൽ കൊടുക്കുന്നത് എങ്ങനെയാന്ന് ആലോചിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് വന്ന ടൈറ്റില് ഇങ്ങനെയാണ്, അത്ഭുതം മോഷ്ടിച്ച സ്ത്രീ എന്നാണ്. എന്നാൽ ആ ടൈറ്റിൽ കൊടുത്താൽ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ആ സ്ത്രീക്ക് പ്രാധാന്യം വരുന്നതുകൊണ്ട് ആ ടൈറ്റിൽ അങ്ങനെ കൊടുക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇവിടെ യേശുവിനാ പ്രാധാന്യം. അതുകൊണ്ട് അത്ഭുതം മോഷ്ടിച്ച സ്ത്രീ എന്ന് കൊടുക്കുന്നതിനേക്കാൾ വെൻ എ മിറക്കിൾ ഈസ് സ്റ്റോളൻ എന്നാക്കി. വെൻ എ മിറക്കിൾ ഈസ് സ്റ്റോളൻ. അപ്പൊ രണ്ടാമത്തെ സ്റ്റോറിയില് യേശു പോലും അറിയാതെ എന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്ത് ഇച്ചിരി അതിശോക്തിയുണ്ട്. യേശു പോലും അറിയാതെ അത്ഭുതം മോഷ്ടിച്ചതാണ്. അപ്പം അതാണ് രണ്ടാമത്തെ സ്റ്റോറി. ആദ്യത്തെ സ്റ്റോറിയില് വളരെ സ്റ്റാറ്റസ് ഉള്ള, മറ്റുള്ളവരൊക്കെ ബഹുമാനിക്കുന്ന റിച്ചായ ഒരു മനുഷ്യൻ, പള്ളി പ്രമാണികളിൽ ഒരാൾ, യായിറോസ് എന്ന പേരുള്ള മനുഷ്യൻ. രണ്ടാമത്തെ സ്റ്റോറിയില് ഔട്ട്കാസ്റ്റഡ് ആയ, ബ്ലീഡിങ് കാരണം സമൂഹത്തിലേക്ക്, സമൂഹത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിനകത്ത് യാതൊരു റോളും ഇല്ലാത്ത, ഔട്ട്കാസ്റ്റഡ് ആയ, ഒരു ദേവാലയത്തിലോ അല്ലെങ്കിൽ ഒരു സിനഗോഗിലോ ഒന്നും പോയി ചൊവ്വ നേരെ ആരാധിക്കാൻ കഴിയാത്ത, 12 വർഷമായി വളരെ 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 പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ്. ഔട്ട്കാസ്റ്റഡ് ആയ ഒരു സ്ത്രീയാണ്. മറ്റേത് റോയലായ, ഇൻവൈറ്റഡ് ആയ ഒരു മനുഷ്യനെ കുറിച്ചാണ്. സാധാരണ അത്ഭുതങ്ങളൊക്കെ നടക്കുമ്പോൾ ആരുടെ പേര് പറയാറില്ല. എന്നാൽ യായിറസ് ഇച്ചിരി കൂടെ ഇമ്പോർട്ടന്റ് ആയ ആളായിട്ടായിരിക്കാം. നിക്കോദീമോസിനെയൊക്കെ പോലെ യായിറസിന്റെ പേരും കൂടെ ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നുകൂടെ ഈ സ്റ്റോറീസ് തമ്മിൽ ഒന്നൊരു മെയിലാണ്, മറ്റൊരു ഫീമെയിൽ ആണ്. ഒന്ന് യേശുവിനെ വിളിച്ചുകൊണ്ട് പോകുന്നു, യേശു സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്നു. മറ്റൊരു സ്ത്രീ പുറകെ കൂടെ വന്ന് അത്ഭുതം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ത്രീ. നോക്കി, ഇവിടെ ഞാൻ ആദ്യ ഒന്ന് ഫോക്കസ് ചെയ്യാം. യായിറസ് എന്ന് പേരുള്ള ഒരുത്തൻ അവനെ കണ്ട് കാൽക്കൽ വീണു. കടലിനരികിൽ ഇരിക്കുമ്പോഴാണ് ഇക്കരെ കടന്ന്. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പാസേജ് ആണ്, പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. ലാർജ് ക്രൗഡ്. ഒരുപക്ഷെ യേശുവിന്റെ ശുശ്രൂഷ ഗലീല കടലിന് ചുറ്റും വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്ന ശുശ്രൂഷയുടെ ആദ്യ വർഷത്തിലായിരിക്കും അത് സംഭവിക്കുന്നത് ചിന്തിക്കുക. വലിയ പുരുഷാരം, ലാർജ് ക്രൗഡ്. അപ്പോൾ ആ കൂട്ടത്തില് യായിറസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ പള്ളിപ്രമാണി എന്ന് പറയുമ്പോൾ സിനഗോഗ് റൂളറാണ്. പള്ളിപ്രമാണികൾ എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്, സാധാരണ സിംഗുലർ ആണ്. എന്നാൽ പല സ്ഥലങ്ങളിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ സിനഗോഗുകളുടെ ചുമതല വഹിച്ചത് കൊണ്ടായിരിക്കാം പള്ളിപ്രമാണികളിൽ ഒരാൾ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി സോഷ്യൽ സ്റ്റാൻഡിംഗ് ഉള്ള മനുഷ്യൻ അവന്റെ അടുക്കൽ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു. എന്റെ കുഞ്ഞ് മകൾ അത്യാസന നിലയിൽ ഇരിക്കുന്നു. അത്യാസന നിലയിൽ, കാഷ്വാലിറ്റിയാണ്. നീ വന്ന് അവളുടെ മേൽ കൈ വെക്കണം. അന്നത്തെ കാലത്ത് അപ്പോസ്തലിക ശുശ്രൂഷയിലും യേശുവിന്റെ ശുശ്രൂഷയിലൊക്കെ കൈവച്ച് സൗഖ്യമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യന്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, യേശു അവന്റെ വീട്ടിൽ വന്ന അത്യാസന നിലയിലിരിക്കുന്ന കുഞ്ഞുമകൾ രക്ഷപ്പെടേണ്ടതിന് അവളുടെ മേൽ കൈവെക്കണം എന്നുള്ളതായ ഒരു റിക്വസ്റ്റ് ആണ്. ഒരു സ്നേഹനിധിയായ പിതാവിന്റെ ആവശ്യത്തെ യേശു തിരസ്കരിച്ചില്ല. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ അവരോടുകൂടെ പോയെന്ന് അവിടെ എഴുതി. കുഞ്ഞുമകൾ എന്ന് പറയുമ്പോൾ പ്രായം എത്രയാണെന്ന് ചിന്ത വന്നേക്കാം. പേടിക്കേണ്ട. 42-ാമത്തെ വാക്യത്തിൽ അവൾക്ക് 12 വയസ്സായിരുന്നു എന്ന് കൃത്യമായി പറയുന്നു. 12 years old girl. അപ്പൊ അതുകൊണ്ട് യേശു യായിറസിന്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. എന്നാൽ ആ പാസേജ് തീരുമ്പോൾ 24-ാമത്തെ വാക്യത്തിൽ ഒരു പ്രാവശ്യം പറയാ, ലാർജ് ക്രൗഡ് വാസ് ഫോളോയിങ് ജീസസ്. അതിന്റെ തുടക്കത്തിൽ പറയുന്നു ലാർജ് ക്രൗഡ്, അതിനുശേഷം താഴെ ലാർജ് ക്രൗഡ്. അപ്പൊ നോക്കണം, ആ സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക മീനിങ് ഉണ്ട്. കാരണം ആ ലാർജ് ക്രൗഡ് ആണ് അടുത്ത സ്റ്റോറിയുടെ കീ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അടുത്ത സ്റ്റോറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അവിടെ ഇങ്ങനെ 12 സംവത്സരം. അപ്പൊ നമ്മൾ ഓൾറെഡി കേട്ടു ഒരു 12 വയസ്സുള്ള ഒരു കൊച്ചു ബാലിക. ഞാൻ നല്ല ഒത്തിരി കമന്ററികൾ പരിശോധിച്ചതിന് വേണ്ടി ഈ സ്റ്റോറി തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഈ 12 തമ്മിൽ. ഒറ്റ കമന്ററിക്ക് അതുപോലും അത് കണക്ഷൻ പറയുന്നില്ല. അതുകൊണ്ട് ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. there may not be any connection. അതുകൊണ്ട് ആരും തന്നെ
തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഫൈനസ്റ്റ് ആയ ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളേഴ്സ് ആരും തന്നെ ഇതിനകത്തൊരു കണക്ഷൻ കാണാത്തത് കൊണ്ട് ഞാനും അതിനകത്തൊരു കണക്ഷൻ കാണുന്നില്ല. എന്നാലും കോയിൻസിഡൻസ് ആയിരിക്കാൻ രണ്ടും 12 ആണ്. 12 സംവത്സരമായി നോക്കി, 25, 26, 27, 28. ഇനി അതിനകത്ത് രസകരമായ സംഭവം, 25, 26, 27 ഒറ്റ ഫുൾ സ്റ്റോപ്പ് ഇല്ല. നിങ്ങളുടെ ബൈബിളിലും ഇല്ല, ഗ്രീക്കിലും ഇല്ല, ഇംഗ്ലീഷിലും ഇല്ല. നോക്കി, അത് ഒറ്റ ഫുൾ സ്റ്റോപ്പ് ഇല്ല. ഫുൾ സ്റ്റോപ്പ് വന്ന് വീഴുന്നത് 28ാമത്തെ വാക്യത്തിൽ. എന്താ പറയുന്നത് അറിയാമോ? 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ചിട്ട് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാത്ത ഏറ്റവും പരമേശ്വയായി തീർന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. ഇവിടെ എല്ലാം കോമായ. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. പുരുഷാരത്തിൽ കൂടി പിറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ദാറ്റ്സ് എ ഫുൾ സ്റ്റോപ്പ്. അതുവരെ ഫുൾ സ്റ്റോപ്പ് ഇല്ല. വൺ ലോങ് സെന്റൻസ്. ദ ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ഓഫ് മാർക്സ് ഗോസ്പൽ. മാർക്കോസിന്റെ റൈറ്റിംഗിന്റെ ഒരു പ്രത്യേകത, വെരി ഫാസ്റ്റ് മൂവിംഗ് ഗോസ്പൽ. അതുകൊണ്ട് ഇവിടെ നോക്കി, ഇവിടെ ആ സകല 12 വർഷത്തെ ക്രൈസിസ് മുഴുവൻ ഒറ്റ സെന്റൻസിനകത്ത് മാർക്കോസ് ഉൾപ്പെടുത്തിയിരിക്കുക. 12 സംവത്സരമായി രക്തസ്രാവമുള്ളവരായി പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെ ചെലവഴിച്ച്, ഞാൻ വേണമെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് 1, 2, 3 ആക്കിയാൽ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. 1, 2, 3, 4, 5, 6 ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ വൺ സിംഗിൾ സെന്റൻസ്. 12 സംവത്സരം ഒരു പ്രശ്നമാണ്, രക്തസ്രാവത്തിന്റെ പ്രശ്നം. പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ച് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരമേശ്വയായി തീർന്ന ഒരു സ്ത്രീ. ലോങ് ലിസ്റ്റ് ഓഫ് പ്രോബ്ലം. അവളുടെ പേരിൽ മുഴുവൻ ആ സെന്റൻസിനകത്തുണ്ട്. ഒട്ടും ഭേദം വരാത്ത, എന്നാൽ യേശുവിന്റെ വർത്തമാനം കേട്ടു. യേശുവിന്റെ വർത്തമാനം കേട്ടു. ജീവിതത്തിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ ഇനി മുന്നോട്ട് പോകാൻ മാർഗമൊന്നുമില്ലാതെ ഔട്ട്കാസ്റ്റഡ് ആയ, ബ്ലീഡിംഗ് ഉള്ള, ഒരു രീതിയിലും സമൂഹത്തിന്റെ മേൽത്താരയിൽ ഒരു റിവേഴ്സൽ സാധ്യമല്ലാത്ത, അന്ന് അവൈലബിൾ ആയ എല്ലാ മെഡിക്കൽ സർവീസിലും പോയി തനിക്കുണ്ടായിരുന്ന സകല റിസോഴ്സസ് ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാത്തൊരു സ്ത്രീ. നോക്കിയേ, ലൂക്കോസ് 8:43 ഞാൻ വായിക്കുമ്പോൾ വൈദ്യനായ ലൂക്കോസ് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് ലൂക്കോസിന്റെ ഒരു മെഡിക്കൽ ലാംഗ്വേജിലാണ് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. 8:43 വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 8:43. അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, 12 സംവത്സരമായ രക്തസ്രാവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം കരുത്താൻ കഴിയാത്തൊരു സ്ത്രീ. നോക്കിയേ, ലൂക്കോസിന്റെ ഭാഷയില് വൈദ്യനായ ലൂക്കോസ് പറയാ, ആരാലും സൗഖ്യം വരുത്താൻ കഴിയാത്തവളായ ഒരു സ്ത്രീ. ഇതിനകത്ത് ഒരൊറ്റ വെർബേ ഉള്ളൂ. ആ വെർബ് എന്ന് പറയുന്നത് അവന്റെ വസ്ത്രം തൊട്ടെന്നുള്ളതാണ്. ബാക്കി എല്ലാം പാർട്ടിസിപ്പിൾസ്. ഗോയിങ്, ഹിയറിങ്, എല്ലാം പാർട്ടിസിപ്പിൾസ് ശേഷം ഒറ്റ സെന്റൻസ് ആണ്, ഒറ്റ വെർബാണ്, ആക്റ്റീവായ ഒരു വെർബ്. ആ വെർബ് എന്ന് പറഞ്ഞാൽ പിറകിൽ കൂടെ വന്ന് ആരും അറിയാതെ യേശുവിന്റെ വസ്ത്രത്തിന്റെ സൈഡ് ഈ ടച്ച്, അത് മാത്രം അവിടുത്തെ ക്രിയ എന്ന് പറയുന്നത്. നോക്കി, ഞാന് ഇത് വായിച്ചിട്ട് ഇങ്ങനെ എന്റെ വീടിന്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്നപ്പോ ഞാനിങ്ങനെ ചിന്തിച്ച് എന്റെ ഭാവനയിലൂടെ വിഷയം പോയി. ഇത് ഞാൻ ഇനി പറയാൻ പോകുന്ന എന്റെ ഭാവനയാണ്. ഒരു പ്രസംഗൻ എന്നുള്ളതിൽ എന്റെ ഫ്രീഡം ഞാൻ ഉപയോഗിക്കുക. ഞാൻ വിചാരിക്കുന്നു ഈ സ്ത്രീക്ക് അവള് വിറച്ചുകൊണ്ടാണ് അവിടെ വന്നത്. കാരണം ഇങ്ങനെ ഒരു റാലിക്കകത്ത് എന്താ ഈ ക്രൗഡിനകത്ത് ഈ സ്ത്രീക്ക് ഒരു സ്ഥാനമില്ല. ആളെങ്കിലും അവളെ കണ്ടുപിടിച്ചാൽ അവൾ ഫൗളാണ്. കാരണം അവൾക്ക് അങ്ങനെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിയും. ഞാൻ പറഞ്ഞു, ഒരുപാട് പ്രാവശ്യം അവൾ ആഞ്ഞിട്ടുണ്ട്, എന്നിട്ട് തിരിച്ചു പോകാൻ പ്ലാൻ ഇട്ടു. എങ്കിലും ഹൃദയത്തിനകത്തൊരു ധൈര്യം. ഞാൻ വിചാരിക്കുക ദൈവം കൊടുത്ത കൃപയുടെ ഒരു ബലം, അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻ അങ്ങനെ എടുക്കത്തില്ല. നോക്കിയേ, എന്ത് വന്നാലും മുന്നോട്ട് പോകണം എന്നുള്ള ചിന്ത. പല പ്രാവശ്യം പുറകോട്ട് പോയി കാണും, പലരെ ഞെക്കി കാണാം. എന്നാൽ ഞാൻ വിചാരിക്കുന്നു ഇച്ചിരി കുനിഞ്ഞ് ആരും ശ്രദ്ധിക്കപ്പെടാതെ, ഒരുപക്ഷെ മുഖം കൂടെ മറച്ചുകൊണ്ട്, പരിചയക്കാർ പോലും കണ്ടുപിടിക്കാത്ത രീതിയിൽ മുഖം കൂടെ മറച്ച് കണ്ണ് മാത്രം വെളിയിൽ കണ്ട് അത്യാവശ്യം മുന്നോട്ട് വരാൻ കഴിയത്തക്ക രീതിയിൽ വലിയ ആൾക്കൂട്ടത്തിനിടയിൽ തിങ്ങിത്തിരക്കി വന്ന യേശുവിന്റെ വസ്ത്രത്തിന്റെ, ഞാൻ വിചാരിക്കുക ഇച്ചിരി ഡീസന്റ് ആയ സ്ത്രീയാന്ന് ഞാൻ വിചാരിക്കുക. ദേഹത്തൊന്നും തൊട്ട് യേശുവിനെ അശുദ്ധമാക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം വസ്ത്രത്തിൽ വന്ന് ടച്ച് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ആ വലിയ മീറ്റിംഗിൽ ക്ഷണിക്കപ്പെടാതെ വന്ന ആ വലിയ ക്രൗഡിനകത്തൂടെ നടന്നു വന്ന് അവന്റെ വസ്ത്രത്തിന്റെ പിന്നിൽ തൊട്ടു. നോ, ഹി ടച്ച്ഡ്. ആ സ്ത്രീയുടെ വിശ്വാസം കൊണ്ട് ദൈവത്തിന്റെ കൃപയുടെ ഒരു ഓപ്പറേഷൻ എപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. യേശുവിന്റെ ക്രൂശിക്കപ്പെട്ടപ്പോൾ 2 സൈഡിലും 2 അതിക്രമക്കാരെ ഇട്ടതാ. 2 പേരും ഒരുപോലെ ദുഷിച്ചതാ. എന്നാൽ ഒരു സ്ഥലത്ത് ഒരു കൃപയുടെ ചലനം, ആ ഒരൊറ്റ ഗ്രേസ്, ആക്ട് ഓഫ് ഗ്രേസ് ആണ് അവന്റെ കണ്ണ് തുറക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ സാഹചര്യത്തിനകത്ത് ഈ സ്ത്രീയുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ കൃപയുടെ ഒരു കരുണ
യുടെ ഒരു ഓപ്പണിംഗ് അവളുടെ ഹൃദയത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഷീ ഡിസൈഡഡ് ടു ഗോ ഫോർവേഡ്. ഷീ ഡിസൈഡഡ് ടു ഗോ ഫോർവേഡ്. ഒരുപക്ഷെ ദാവീദ് കല്ലുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയപ്പോൾ അകത്ത് വ്യാപരിച്ച പോലുള്ള ഒരു ദൈവത്തിന്റെ കൃപ ഈ സ്ത്രീയുടെ ഹൃദയത്തിൽ വ്യാപരിച്ച് ചിന്തിക്കും. ഒരു വിശ്വാസത്തിന്റെ ധൈര്യം അവളുടെ ഹൃദയം നോക്കി. ഇവിടെ അവളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, യേശുവിന്റെ വസ്തുത കേട്ടു. ഷീ ഹേർഡ്, ഷീ കെയിം ആൻഡ് ഷീ ടച്ച്. ബ്യൂട്ടിഫുൾ. ഷീ ഹേർഡ്, ഷീ കെയിം ആൻഡ് ഷീ ടച്ച്. അവൾ കേട്ടു, അവൾ വന്നു, അവൾ തൊട്ടു. ഞാൻ ചിന്തിക്കുക, ഈ സ്ത്രീയുടെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകാനുള്ള കാരണം ഷീ ഹേർഡ് അബൌട്ട് ജീസസ് മിനിസ്ട്രി. ഞാൻ അത് വെച്ച് റോമാലേഖനം 10-ാം അധ്യായത്തിലേക്ക് ഒന്ന് മറിച്ചുപോയി. അവിടെ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസത്തെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ എങ്ങനെ എഴുതിക്കുന്നത്, വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരെ ഉയർത്തി എഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവൻ വിശ്വസിക്കുന്നവൻ, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനെ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്ത് അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ സമ്പന്നനാവുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാം രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? പൗലോസ് പറയാം, അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അപ്പൊ നോക്കണം, ഈ സ്ത്രീ വന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഷീ ഹേർഡ് അബൌട്ട് ജീസസ്. ആ കേൾവി വിശ്വാസമായി അവളുടെ ഹൃദയത്തിൽ പരിണമിച്ചു. ആ വചനം വിശ്വാസമായി. ഇന്ന് രാത്രി റിജോയ്സിനകത്തിരിക്കുന്ന നമ്മുടെ സ്റ്റോറിയും വ്യത്യാസമൊന്നുമല്ല. ഇതുപോലെ കേട്ട ഒരു വചനം വിശ്വാസമായി പരിണമിച്ചത് കൊണ്ടാണ് നമ്മുടെ സ്റ്റോറിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവുവാനിടയായിത്തീർന്നതിന്റെ കാരണം. വിശ്വാസമായി അത് പരിണമിച്ചു. ആ വചനം പ്രസംഗിച്ച പാസ്റ്ററെ ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ വചനം വിശ്വാസമായി നമ്മുടെ ഹൃദയത്തിൽ പരിണമിച്ചത് കൊണ്ടാണ് നമ്മുടെ സ്റ്റോറിക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നത്. വർത്തമാനം കേട്ടു. ഞാൻ മർക്കോസിന്റെ സുവിശേഷം തിരിച്ചുപോയി. ആ സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. എന്നിട്ട് അവളുടെ വിശ്വാസം എന്നാണെന്നറിയാമോ? ഞാൻ അവന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അവളോട് തന്നെ അവൾ പറയാം, ഞാൻ അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. 12 വർഷമായിട്ടുള്ള ഈ കേസിന് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. നോക്കണേ, ഇത് വായിച്ചു വന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത എന്നാണെന്നറിയാമോ? നമുക്കെല്ലാം പരിചയമുള്ള സ്റ്റോറിയാ. ജനസമ്പർക്ക പരിപാടി ഉമ്മൻചാണ്ടി ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടെന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് നടന്ന ജനസമ്പർക്ക പരിപാടിയുണ്ട്. നെഹ്റു സ്റ്റേഡിയം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ലാർജ് ക്രൗഡ് വന്ന് രാത്രിയും പകലും ഒരു ഫയലും പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഈ ജനക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്ന പിക്ചർ പത്രത്തിലൊക്കെ വരുന്നതിന് എപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ഫയലുകൾക്ക് ഉമ്മൻചാണ്ടി തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന ജനസമ്പർക്ക പ്രോഗ്രാം. ഞാൻ വിചാരിക്കുന്നു ഇത് യേശുവിന്റെ ജനസമ്പർക്ക പരിപാടിയാണ്. കാരണം ഇവിടെ എല്ലാം ക്രൗഡിന്റെ കാര്യം പറയുന്നുണ്ട്. എന്നാല് ഞാൻ ചിന്തിച്ചു, ഉമ്മൻചാണ്ടി തീർത്ത ഫയലുകളൊക്കെ എന്തൊക്കെയാണെന്നറിയാമോ? അത് 10 വർഷമായി കട അടയ്ക്കാത്ത കേസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടില് ഏതെങ്കിലും ഒരു മകൻ ഒരു ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷ, അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ അധികാര പരിധിക്കകത്ത് വരുന്ന ഒരുപാട് ഫയലുകൾ തീർത്തു. ഞാൻ വിചാരിക്കുന്നു ഈ സ്ത്രീ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഈ ഫയല് ക്ലോസ് ചെയ്യാൻ ലോകത്തിലെ ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടോ ഒരു പ്രൈം മിനിസ്റ്ററെ കൊണ്ടോ പറ്റത്തില്ല. ഇത് സൃഷ്ടിതാവായ കർത്താവിന്റെ ജനസമ്പർക്ക പരിപാടിയിൽ മാത്രമേ ഇങ്ങനെയുള്ള ഫയലുകൾ ക്ലോസ് ചെയ്യപ്പെടത്തുള്ളൂ എന്ന് ചിന്തിച്ചു. കാരണം നോക്കി, 12 വർഷമായി അവളുടെ രക്തസ്രാവത്തിന്റെ ഫയല് യേശുവിന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടപ്പോൾ അവിടെ മർക്കോസ് എഴുതിയ ഉടനെ, ക്ഷണത്തിൽ, അങ്ങനെ അവിടെ എഴുതിക്കുന്നത്, ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായെന്ന് അവൾ അറിഞ്ഞു. നോ, ഓൺലി ദ ലോർഡ് ക്യാൻ ഡു സച്ച് തിങ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കർത്താവിനെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. ദിസ് ഇസ് വാട്ട് ലോർഡ് സ്റ്റോറി. മനുഷ്യൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാല് ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒരിക്കലും മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഏലിയാവിന് കാക്കയെ കൊണ്ട് ആഹാരം കൊടുക്കാനോ, ചെങ്കടലിന്റെ നടുവിൽ ഒരു ഉണങ്ങിയ വഴി തീർക്കുവാനോ, ബാബേൽ പ്രവാസത്തിലേക്ക് പോയ തന്റെ ജനത്തെ മരുഭൂമിയിലൂടെ റോഡ് വെട്ടി മടക്കിക്കൊണ്ട് വരാനൊക്കെ
ദൈവത്തെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും കഴിയത്തില്ല. സിംഹകുഴിക്കകത്ത് ഒരു ദാനിയേലിനെയും തീജ്വാലയ്ക്കകത്ത് 3 ബാലന്മാരെ, ഈ സ്റ്റോറി ഒന്നും ഒരു പ്രസിഡന്റിനെ കുറിച്ചോ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചോ ചെയ്യാൻ കഴിയത്തില്ല. ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഇസ്രായേലിന്റെ ദൈവമായ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ കർത്താവിനെ കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള ഫയലുകൾ ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കിയേ, ക്ഷണത്തിൽ അവൾ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരഞ്ഞു. അവിടെ പുരുഷാരം പിന്നെയും റിപ്പീറ്റ് ചെയ്യുക. പുരുഷാരത്തിൽ തിരഞ്ഞു, എന്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. ശിഷ്യന്മാർക്ക് അത് ഭയങ്കര തമാശയായിട്ട് തോന്നി. അവർ പറഞ്ഞു, ഗുരു, ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കി തിരക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടതാരെന്ന് ചോദിക്കുന്നു എന്ന് ചോദിച്ചു. അവനോ അത് ചെയ്തവളെ കാണാൻ. ഞാൻ വിചാരിക്കുക, തങ്കൽ നിന്നും ശക്തി പുറപ്പെട്ടെന്ന് യേശു അറിഞ്ഞു. അത് ചെയ്തവളെ കാണാൻ അവൻ ചുറ്റും നോക്കി. എന്നാൽ ഇത് ബ്യൂട്ടിഫുൾ ആയ ഒരു പാസേജ് ആണ്. ദ ലിമിറ്റേഷൻ ഓഫ് ജീസസ്. താൻ മനുഷ്യത്വം എടുത്ത് വന്നപ്പോൾ മനുഷ്യന്റെ പരിമിതിയിൽ, ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ പരിമിതിയിൽ, ജ്ഞാനത്തിലും അറിവിലും ഒക്കെ വളർച്ച പ്രാപിക്കുന്ന മനുഷ്യത്വം എടുത്തപ്പോൾ മനുഷ്യന്റെ ലിമിറ്റേഷൻ ഉള്ളിൽ കർത്താവ് അത് ചെയ്തവളെ കാണാൻ തിരയുക. എന്നാൽ കാറ്റും കടലും ഒക്കെ ഉള്ള ആ കോളിളക്കമുള്ള യാത്രയിൽ അമരത്ത് തലവെച്ച് കിടന്നുറങ്ങിയ, that is a display of humanity. മനുഷ്യൻ, ഇസ്രായേലിന്റെ പരിവാരം ഉറങ്ങത്തില്ല. എന്നാൽ മനുഷ്യത്വം എടുത്തപ്പോൾ ശുശ്രൂഷയുടെ ക്ഷീണം കാരണം കർത്താവ് ഉറങ്ങുകയാണ്. എന്നാൽ അടുത്ത നിമിഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുമ്പോൾ നമ്മൾ കാണുന്നത് the display of his power and authority ആണ്. The perfectly human and perfectly divine. All time human, all time divine. ലാസറിന്റെ കല്ലറയുടെ വാതുക്കൽ അവര് കരയുന്നത് കണ്ടിട്ട് അവരോട് ചേർന്ന് കരയുമ്പോൾ അടുത്ത സെക്കൻഡിൽ 4 ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിക്കുന്ന എ പെർഫെക്റ്റ് ഡിസ്പ്ലേ ഓഫ് ഹ്യൂമാനിറ്റി, എ പെർഫെക്റ്റ് ഡിസ്പ്ലേ ഓഫ് ഡിവിനിറ്റി. ഇവിടെ നോക്കി, അത് ചെയ്തവളെ കാണാൻ കർത്താവ് ചുറ്റും നോക്കുക. വസ്ത്രം തൊട്ടത് ആരാന്ന് കർത്താവിന് അറിയത്തില്ലേ? ആരാന്ന് ചോദിക്കുക. പെർഫെക്റ്റ് ഡിവിനിറ്റി. വസ്ത്രമെങ്കിലും തൊട്ടാൽ സൗഖ്യമാകത്തക്ക രീതിയിൽ ശക്തി വ്യാപരിക്കുന്ന സർവശക്തനായ കർത്താവ്. എന്നാൽ മനുഷ്യ ശരീരത്തിന്റെ പരിമിതിക്കുള്ളിലെ യേശുവിന്റെ ലിമിറ്റേഷനും ആ ഭാഗത്ത് നമ്മൾ കാണുകയാണ്. ഹു ടച്ച്ഡ് മീ. ഇപ്പം നമ്മുടെ ശിഷ്യന്മാർക്ക് ഇത് വലിയ തമാശയായിട്ട് തോന്നി. കാരണം 4 വശത്തു നിന്ന് ആളുകൾ യേശുവിനെ മുട്ടി, ആ ഷോൾഡറിലും യേശുവിന്റെ ബാക്കിലും ഫ്രണ്ടിലും എല്ലാ ആൾക്കാരാ ഇങ്ങനെ ആ ജനക്കൂട്ടത്തിനകത്തൂടെ എടുത്തോണ്ട് പോകുന്നത് പോലെ കർത്താവ് ശുശ്രൂഷ ചെയ്ത് പോകുമ്പോഴാ കർത്താവ് തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നത്, ആരാ എന്റെ വസ്ത്രം തൊട്ടെന്ന്. നോക്കണേ, ബാക്കി എല്ലാ ടച്ചിൽ നിന്നും വ്യത്യസ്തമായ ഒരു ടച്ചായിരുന്നു. വ്യത്യസ്തമായ ഒരു ടച്ചാ. ആ വിശ്വാസത്തിന്റെ സ്പർശനം അവളുടെ സാഹചര്യങ്ങളിലേക്ക് ദൈവശക്തിയെ പ്രവഹിക്കുവാൻ ഇടയായി തീർന്നു. ഈ പാസേജ് നമ്മോട് പറയാം. ഓക്കെ, ക്ഷണത്തിൽ 12 വർഷത്തെ ക്രൈസിസിന് ഒരു ക്ഷണത്തിൽ തീർപ്പ് കൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, the Lord is able to do these things. നമ്മുടെ കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശക്തനായ കർത്താവായി. എന്നാൽ ഇത് വായിക്കുമ്പോൾ but it does not give me a license. ഇതെനിക്കൊരു ലൈസൻസ് തരുന്നില്ല. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇതുപോലെ ക്ഷണത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് ഈ പാസേജ് എന്നെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. Sometimes I need to wait for some time. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഞാൻ കാത്തു നിൽക്കേണ്ടി വന്നേക്കാം. ചില ഫയലുകൾ തീർപ്പാക്കാൻ ചിലപ്പോൾ കാലങ്ങൾ കഴിഞ്ഞെന്ന് വന്നേക്കാം. Even when I am faithfully serving the Lord. ചില ഫയലുകൾക്ക് ചിലപ്പോൾ നോ എന്ന് തന്നെ ആയിരിക്കാം മറുപടി. എക്സാമ്പിൾ, പോൾസ് കേസ്. പൗലോസിന്റെ കേസ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. ഈ ശൂലം മാറ്റിയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഫ്രീ ആയിട്ട് ശുശ്രൂഷിക്കാമെന്ന് പൗലോസ് കഥ പറഞ്ഞു. നോ, ആ ഫയൽ ക്ലോസ് ചെയ്യാൻ പ്ലാൻ ഒന്നുമില്ല. ആ ഫയലിന്റെ കൂടെ ഗ്രേസിന്റെ ഒരു ഫയൽ കൂടെ അങ്ങ് തരിക. ദാറ്റ് ഈസ് ഗുഡ് ഫോർ യു എന്ന് പൗലോസിനോട് പറയുക. മോശ പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് കടക്കണം. കഥ പറഞ്ഞു, ഒരു പ്രാവശ്യം പോലും, ഒരു സെന്റൻസ് പോലും ഇനി അത് പ്രാർത്ഥനയ്ക്കകത്ത് വരാൻ പാടില്ല. Sometimes God say no, that's not possible. Sometimes God get delayed. എന്നാൽ ഇവിടെ പറയുന്നു ക്ഷണത്തിൽ. അങ്ങനെ ക്ഷണത്തിലും പ്രവർത്തിക്കാൻ ദൈവത്തെ കൊണ്ട് പറ്റും കേട്ടോ. ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ വിടുവിക്കാൻ കർത്താവിനെ കൊണ്ട് കഴിയും. 3 ബാലന്മാരെ തീജ്വാലയ്ക്കകത്തിട്ടപ്പോൾ അവിടെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അവരോട് ഇറങ്ങുവാനിടയായിത്തീർന്നില്ലേ. താൻ ഉദ്ദേശിക്കുന്ന പോലെ തന്റെ ജ്ഞാനത്തിനനുസരിച്ച് എല്ലാം മനോഹരമായി ചെയ്യുന്ന നല്ല ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന് ഈ പാസേജ് നമ്മോട് പറയാം. യേശുവോട് പറയാം, അവൾ വിറച്ചും കൊണ്ട്, ആ സ്ത്രീ വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണു. She was afraid.
അവളുടെ ജീവിതത്തില് അശുദ്ധയായ സ്ത്രീ വന്ന് കർത്താവിനെ തൊട്ടല്ലോ എന്നുള്ള ഫ്രൈറ്റനിങ് ആയ ഫാക്ടില് ആ സ്ത്രീ വിറച്ചു കൊണ്ടുവന്ന് അവളുടെ കാൽക്കൽ വീണു. എന്നാൽ വളരെ കമ്പാഷനേറ്റ് ആയ ഒരു വിളി അവളെ കാത്തിരുന്നത്. അവളെ വിളിക്കുന്നത് മകളെ എന്നാ വിളിക്കുന്നത്. അവളുടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായി. She was afraid of the response. പക്ഷെ വളരെ ഗ്രേസ്ഫുൾ ആയ, വളരെ മെർസിഫുൾ ആയ മകളെ എന്ന് വിളിച്ചുകൊണ്ട് അവളെ ശ്ലാഘനീയമായ ഒരു റെസ്പോൺസ് ആണ് അവർ കർത്താവിൽ നിന്ന് ലഭിച്ചത്. കർത്താവ് പറയാ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. Your faith has made you well. Now what is faith actually? Faith എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവവചനത്തിന്റെ കേൾവിയിലൂടെയാണ് ഫെയ്ത്ത് ഉളവാകുന്നത്. രണ്ട് കാര്യങ്ങൾ. ഫെയ്ത്ത് അബൌട്ട് ജീസസ്, believing about Jesus, that is not faith. Believing into Jesus is faith. Believing into his name, committing our life into his name, dedicating our life into his name. It's not knowing about the Lord, but committing our life to the Lord. അതാണ് ഈ ഫാത്ത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അതിന്റെ അർത്ഥം എനിക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഒരു ഡയമെൻഷൻ കാണുന്നു, എനിക്കൊരു മേശ വേണം, ഉടനെ ഞാൻ എന്റെ കാല് സ്വപ്നം കാണുന്നു, അതിന്റെ ഷേപ്പ് സ്വപ്നം കാണുന്നു, കളർ സ്വപ്നം കാണുന്നു, കാർ വേണം, ചുമല കളർ വേണമെന്ന് കാണുന്നു, നമ്പർ പ്ലേറ്റ് കാണുന്നു. ഇതൊന്നും അല്ല വിശ്വാസം. ഞാൻ എന്റെ സൈക്കോളജിക്കൽ ട്രിക്ക് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഭാവനയല്ല വിശ്വാസം. ഭാവനയല്ല, സങ്കല്പമല്ല വിശ്വാസം, വിചാരമല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നതിന്റെ ഒബ്ജക്റ്റ് ദൈവത്തിലുള്ള ഉറപ്പാ വിശ്വാസം. രണ്ട്, അവന്റെ വചനത്തിലുള്ള ഉറപ്പാ വിശ്വാസം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, നോഹ ദൈവത്തെ വിശ്വസിച്ചു, മോശ ദൈവത്തെ വിശ്വസിച്ചു. അവരുടെ ആരുടെയും ഭാവനയല്ല അവർ വിശ്വസിച്ചത്. മൂന്നാം ഡയമെൻഷനോ ഫോർത്ത് ഡയമെൻഷനോ അല്ല വിശ്വസിച്ചത്. ഇതൊക്കെ മനുഷ്യൻ കുക്ക് ചെയ്ത ദുരുപദേശങ്ങളാ. എന്നാൽ ദൈവവചനം പറയുന്നു, വചനത്തെ വിശ്വസിക്കേണ്ടത്, ദൈവത്തെ വിശ്വസിക്കേണ്ടത്, കർത്താവിനെ വിശ്വസിക്കേണ്ടത്. നമ്മോട് നമ്മുടെ സാഹചര്യങ്ങളിൽ അരുളി ചെയ്യുന്ന ദൈവവചനത്തിന്മേൽ നമ്മുടെ ലൈഫിനെ തൂക്കിയിടുന്നതിന്റെ പേരാ വിശ്വാസം എന്ന് പറയുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നോക്കി, വളരെ സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. ആ വാക്ക് ഷലോം എന്ന വാക്കാണ്. അവളുടെ സൗഖ്യം മാത്രമല്ല, ഞാൻ വിശ്വസിക്കുക, കഥ പറയാ, you are restored back to the community. ഇനി നിനക്ക് സിനഗോഗിൽ പോകാം, ഇനി നിനക്ക് ദേവാലയത്തിൽ പോകാം, ഇനി നിനക്ക് വീട്ടിൽ കടക്കാം, ഇനി നിനക്ക് പുരുഷാരത്തിൽ കുനിഞ്ഞു വരണ്ട, തലമുടി വരണ്ട, നേരെ നിന്ന് വരാം. നോക്കണമേ, യേശുവിന്റെ ഒരു സ്പർശനം അവളുടെ ടോട്ടൽ ലൈഫിനെ മാറ്റി, അവളുടെ സ്റ്റാറ്റസിനെ മാറ്റി, അവളുടെ സാഹചര്യങ്ങളെ മാറ്റി, അവളുടെ ശാരീരികമായ അവസ്ഥയെ മാറ്റി, അവളുടെ മാനസിക തലത്തെ മാറ്റി. അവള് എഴുന്നേറ്റ് വളരെ ഡിഗ്നിറ്റിയോടെ നിൽക്കത്തക്ക രീതിയിൽ പെർഫെക്റ്റ് ആയ ഷലോം അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെയൊക്കെ ജീവിതത്തിന്റെ സ്റ്റോറി മാറ്റുവാൻ കർത്താവിനെ കൊണ്ട് കഴിയുമെന്ന് ഈ പാസേജ് നമ്മളോട് പറയാം. നോക്കി, ഇങ്ങനെ വലിയ കോലാഹലവും സൗഖ്യമൊക്കെ നടന്നപ്പോൾ ഒരു കുഴപ്പം സംഭവിച്ചതെന്നറിയാമോ? 35 മുതലുള്ള വാക്യങ്ങളാണ്. നോക്കി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പള്ളിപ്രമാണിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നു, നിന്റെ മകൾ മരിച്ചുപോയി. നോക്കണേ, ജീസസ് വാസ് ഡിലേഡ്. ജീസസ് വാസ് ഡിലേഡ് ബൈ ദിസ് വുമൺ. അത്യാസന നിലയിലിരുന്ന ആംബുലൻസ് വന്ന് പോകുന്നത് പോലെ യായിറോസിന്റെ വീട്ടിലേക്ക് പോകേണ്ട യാത്രയിൽ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യപ്പെടുവാനിടയായി. ഞാനിങ്ങനെ വിചാരിക്കുക, യായിറോസ് ഒരു പക്ഷെ ചിന്തിച്ചു കാണും, ഈ സ്ത്രീ വന്ന ഇടയ്ക്ക് കയറിയില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞു മരിച്ചു പോകത്തില്ലെന്ന് ഒരു പക്ഷെ യായിറോസ് ചിന്തിച്ചു കാണും. എന്നൊക്കെയാണ് ബാല്യക്കാർ പള്ളിപ്രമാണ വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് പറയാ, ഗുരു, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുന്ന എന്താ? ജീസസ് ഇസ് ഡിലൈറ്റ്. ഞാൻ വിചാരിക്കുന്ന എന്റെ ഭാവനയിൽ ഈ യായിറോസിന് സ്ത്രീയോട് വളരെ ദേഷ്യം തോന്നിക്കാണും. എത്രയോ സാഹചര്യത്തിൽ എത്രയോ സ്പീഡിൽ പോകേണ്ട ഒരു യാത്രയാ. ഒരുപക്ഷെ ഒരു അരമണിക്കൂർ മുമ്പ്, ഒരു 15 മിനിറ്റ് മുമ്പ് ഈ യേശു എന്റെ വീട്ടിൽ എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ മകൾ മരിക്കത്തില്ലായിരുന്നു. Now Jesus is delayed. Everything is gone. Totally shut down എന്ന് ചിന്തിക്കാം. എന്നാൽ അവിടെ അങ്ങനെയല്ല കാണുന്നത്. ഓക്കെ, ഇവിടെ ഡിലേഡ് ആകാനുള്ള 1-2 സാഹചര്യം. ഒന്ന്, ഒരു വ്യക്തിയുടെ പാപനിമിത്ത സാഹചര്യങ്ങൾ ദൈവപ്രവൃത്തി ഡിലേഡ് ആകാം, ബിക്കോസ് ഓഫ് അവർ സിൻഫുൾനെസ്. അതിനുള്ള മറുപടി എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറയുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ മറ്റൊരു കേസാണ്. ഇവിടെ ദൈവത്താൽ ഡിലേഡ് ആകുകയാണ്. ഇതിന്റെ ക്രോസ് റെഫറൻസ് എന്ന് പറയുന്നത് ലാസറിന്റെ കേസാണ്. കഥ മനഃപൂർവ്വം 2 ദിവസം കൂടെ താമസിച്ചു. That is delayed by Lord's will. പിന്നെ അവിടെ വരുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? A greater glory you can expect. അങ്ങനെയുള്ള ഡിലേയിൽ സംഭവിക്കുന്നത് സാധാരണ മഹത്വമല്ല, അതിനേക്കാൾ വലിയൊരു മഹത്വം
അങ്ങനെയുള്ള ഡിലേ ലാസറിന്റെ രോഗം മാറ്റിയതിനേക്കാൾ വലുതല്ലേ 4 ദിവസത്തിന് ശേഷം ലാസറിനെ ഉയർപ്പിക്കുന്ന മഹത്വം. ഇവിടെ നോക്കിയേ, ഈ പാസേജില് യേശു അവരോട് ചെന്ന് വീട്ടിൽ കയറി ആ ബാലയുടെ അത്യാസന്ന നിലയിൽ നിന്ന് സൗഖ്യമാക്കുന്നതിനേക്കാൾ വലിയ സൗഖ്യമല്ലേ? നോക്കിയേ, ഇവിടെ അത്യന്തം വിസ്മയിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അത്യന്തം വിസ്മയിച്ചു. തലീത ഖൂമി എന്ന് പറഞ്ഞ് അവളെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവർ അത്യന്തം വിസ്മയിച്ചു. ഗ്രേറ്റർ ഗ്ലോറി. ചില പ്രാർത്ഥനയുടെ വിഷയങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ ഓർത്തു കൊള്ളണം, there is a possibility. I use the word possibility. I cannot say that എല്ലാം വലിയ മഹത്വം എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ I say that there is a possibility for a greater glory. If something is so delayed, wait for God. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് കർത്താവിന് വേണ്ടി കാത്തിരിക്കാം, കർത്താവിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി കാത്തിരിക്കാം, കർത്താവിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഒരു സ്റ്റോറി ചേഞ്ചിന് വേണ്ടി കാത്തിരിക്കാം. നോർത്തേ, ഇവിടെ ഡെത്ത് ടു ലൈഫ് ആയ ഒരു സിറ്റുവേഷൻ ആണ്. The Lord is trustworthy in all situations of life. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസവും ആശ്രയവും നമ്മുടെ ദൈവത്തിൽ ഇന്ന് രാത്രി കാലം വെക്കാം. ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് വിശ്വസിക്കാം. ഞാൻ പറഞ്ഞല്ലോ, പുറകിൽ കൂടെ വന്ന് ആ അത്ഭുതം മോഷ്ടിച്ച ഒരു സ്ത്രീയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നാല് ഈ രക്തസ്രാവത്തിന്റെ കേസിലാണെങ്കിലും, കാഷ്വാലിറ്റിയുടെ കേസിലാണെങ്കിലും, ഈവൻ ഒരു മരണത്തിന്റെ കേസിലാണെങ്കിലും, ഏത് സാഹചര്യത്തിലും ആശ്രയിക്കാൻ പറ്റാവുന്ന, പ്രവർത്തിക്കാൻ പറ്റാവുന്ന ഒരു നല്ല നസ്രയനായ യേശു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഇതുപോലെ നിരാശജനകമായ ചില സാഹചര്യങ്ങൾ കണ്ടെന്ന് വന്നേക്കാം. ഇതുപോലെ ഡിലേഡ് ആയ ചില പെൻഡിങ് ഫയൽസ് നമ്മുടെ ജീവിതത്തിൽ കണ്ടെന്ന് വന്നേക്കാം. ചില പ്രാർത്ഥനകൾ നീണ്ടുപോയെന്ന് വന്നേക്കാം. ചില പ്രാർത്ഥനകൾ വേഗത്തിൽ പ്രവർത്തിച്ചെന്ന് വന്നേക്കാം. ചില പ്രാർത്ഥനകൾക്ക് നോ എന്ന് മറുപടി ലഭിച്ചെന്ന് വന്നേക്കാം. എന്നാൽ ഈ സാഹചര്യങ്ങളിലെല്ലാം കർത്താവ് നമ്മളെ നടത്തുവാൻ മതിയായവനായ കർത്താവാ. അവൻ നമ്മളെ സൂക്ഷിപ്പാൻ വിശ്വസ്തനായ ദൈവമാ. അതുകൊണ്ട് നമ്മുടെ ആശ്രയം രാത്രി നമ്മുടെ കർത്താവിൽ വെക്കാം. ഞാൻ പലപ്പോഴും പാടിയിട്ടുള്ള പാട്ടാണ്, കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ, കാരിരും പാണിയിൻ പാടുള്ള പാണിയാൽ കരുണാ നിറഞ്ഞവൻ കാക്കുമെന്നെ, കരുണാ നിറഞ്ഞവൻ കാക്കുമെന്നെ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മഹത്വമാന പുകഴ്ചയും കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിൽക്കുന്ന ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കും.